എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഞങ്ങളുടെ അയോഗ്യതകളിലേക്ക് നീ കടന്നു വരണമേ കർത്താവേ. ഞങ്ങൾ പാപികളാണ്. പാപം ചെയ്ത കരങ്ങളും പാപം ചെയ്ത ശരീരവും പാപത്തോടെ നോക്കിയ കണ്ണുകളും പാപം ചെയ്ത അവയവങ്ങളും ഒക്കെ ഞങ്ങളുടെ ശരീരത്തിലുണ്ട്. പക്ഷേ ഞങ്ങളുടെ അയോഗ്യതകളാണ് ഞങ്ങളെ കൂടുതൽ അങ്ങയോട് അടുപ്പിക്കുന്നതെന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ. അന്ധനായ മനുഷ്യനെ അങ്ങയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് ശിഷ്യന്മാര് പോലും ചോദിക്കുന്നു, എന്ത് മൂലമാ ഇവന് അന്ധത ബാധിച്ചത്? ഇവന്റെ മാതാപിതാക്കളുടെ പാപമോ ഇവന്റെ പാപമോ? ആരും മൂലമാണ് ഇവൻ അന്ധത ലഭിച്ചത്? കർത്താവ് അങ്ങല്ലേ അവരെ ചെയ്തത്? ആരും മൂലമല്ല. കർത്താവിന്റെ മഹത്വം ദർശിക്കുന്നതിന് വേണ്ടിയാണ്, കർത്താവിന്റെ മഹത്വം ദർശിക്കുന്നതിന് വേണ്ടിയാണ് ഇവൻ അന്ധനായിരിക്കുന്നത്. കർത്താവേ, ഞങ്ങളുടെ കുറവുകള് നിനക്ക് പ്രവർത്തിക്കുവാനുള്ള മേഖലകളാണ്. ഞങ്ങളുടെ കുറവുകള് നീ മാത്രം പ്രവർത്തിക്കാനുള്ള മേഖലകൾ ആണ്. കർത്താവേ, എന്റെ അയോഗ്യതയിലേക്ക് കടന്നു വരണമേ എന്ന് ദാഹത്തോടെ പ്രാർത്ഥിക്കാം. ഞാൻ ദോഷമായി നിരൂപിച്ചു, ദോഷങ്ങൾ പ്രവർത്തിച്ചു. ഞാൻ ദോഷമായി നിരൂപിച്ചു, ദോഷങ്ങൾ പ്രവർത്തിച്ചു. എങ്കിലും കനിഞ്ഞു നീ, എങ്കിലും ക്ഷമിച്ചു നീ, എങ്കിലും കനിഞ്ഞു നീ, എങ്കിലും ക്ഷമിച്ചു നീ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ. ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ നടക്കുവാൻ ഉള്ള എല്ലാ തടസ്സങ്ങളും എടുത്ത് മാറ്റട്ടെ. അവിശ്വാസത്തോടെ നടക്കുന്നവര് വിശ്വാസമുള്ളവരായി മാറിക്ക്, വിശ്വാസത്തോടെ മാറിക്ക്. കർത്താവ് പറഞ്ഞില്ലേ, ഈശോ പഠിപ്പിക്കുന്നില്ലേ, കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിനക്ക്, ഈ കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ പോയി പതിക്കുക എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. വിശ്വാസത്തോടെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ, പ്രത്യാശയോടെ ഒന്ന് പ്രാർത്ഥിക്കുക, പ്രത്യാശയോടെ പ്രാർത്ഥിക്കുക. ലഭിക്കുമെന്ന് ഉറപ്പോടെ പ്രാർത്ഥിക്കുക, ലഭിച്ചു കഴിഞ്ഞുവെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ, പ്രാർത്ഥിക്കുവാനുള്ള തടസ്സങ്ങൾ എടുത്തു മാറ്റണമേ. പ്രാർത്ഥിക്കുമ്പോൾ ക്ഷീണം, പ്രാർത്ഥിക്കുമ്പോൾ അലസത, പ്രാർത്ഥിക്കുമ്പോൾ തെറ്റായ ചിന്തകൾ, പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ലഭിക്കുമോ എന്നുള്ള ആശങ്ക, പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ അങ്ങയുടെ സാന്നിധ്യമുണ്ടോ എന്നുള്ള സംശയം, പ്രാർത്ഥിക്കുമ്പോൾ എതിർ ചിന്തകൾ വരുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ഈശോയെ, അവർക്ക് വേണ്ടി ഈ നിമിഷം പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തോടെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാ കെട്ടുകളും അഴിയട്ടെ. മനസ്സിന്റെ എല്ലാ കെട്ടുകളും അഴിയട്ടെ. ശരീരത്തിന്റെ എല്ലാ കെട്ടുകളും അഴിയട്ടെ. കർത്താവേ, ഇപ്പോൾ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളോട് കരുണ കാണിക്കണമേ. ഈ മക്കളോട് കരുണ കാണിക്കണമേ. ഈ കൂട്ടായ്മയിലേക്ക് കർത്താവേ അങ്ങയുടെ അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് തൊട്ടവരൊക്കെ സൗഖ്യം പ്രാപിച്ചു. അങ്ങ് തൊട്ടവർക്കൊക്കെ വിടുതൽ ലഭിച്ചു. അങ്ങ് സ്പർശിച്ചവർക്കൊക്കെ വലിയ കൃപകൾ ലഭിച്ചു. കർത്താവേ, അങ്ങയെ തൊട്ടവർക്കും അനുഗ്രഹങ്ങൾ ലഭിച്ചു. ഈശോയെ, ഈ രാത്രിയിൽ കർത്താവേ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളെ അങ്ങയുടെ കരം കൊണ്ട് സ്പർശിക്കണമേ. ഈശോയെ, ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളെ സ്പർശിക്കണമേ. ഞങ്ങളുടെ തടസ്സങ്ങളെ സ്പർശിക്കണമേ. ഞങ്ങളുടെ രോഗങ്ങളെ സ്പർശിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ. ഈശോയെ, ഈശോയെ ഇറങ്ങി വരണമേ. ഈശോയെ എന്നെ സ്പർശിക്കണമേ. ഈശോയെ എന്നെ തൊടണമേ. കണ്ണുകളടച്ച് കരങ്ങൾ ഉയർത്തി വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ, എന്നോട് കരുണ കാണിക്കണമേ. ഈശോയെ, ഞങ്ങളുടെ തടസ്സങ്ങൾ മാറ്റണമേ. ഈ രാത്രി അത്ഭുതത്തിന്റെ രാത്രിയായി മാറട്ടെ. എല്ലാ കുടുംബങ്ങളിലും ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലും വലിയ അത്ഭുതത്തിന്റെ പെരുമഴ പെയ്യട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ മക്കൾ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ, ഈ കൂട്ടായ്മയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അകലങ്ങളിലിരിക്കുന്ന ഇവരുടെ മക്കളുടെ കാര്യങ്ങളിൽ കർത്താവേ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അകലങ്ങളിലായിരിക്കുന്ന ഇവരുടെ കൃഷിസ്ഥലത്തെയും ജോലി സ്ഥലത്തെയും ബിസിനസ്സിനെയും കർത്താവേ അങ്ങ് എല്ലാ തടസ്സങ്ങളിൽ നിന്നും എല്ലാ ബന്ധനങ്ങളിലും വിട്ടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മർക്കോസ് സുവിശേഷം പഠിപ്പിക്കുന്നു, നിങ്ങൾ ചോദിക്കുമ്പോൾ ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരപ്പനോട് മകൻ ചോദിക്കുന്നത് പോലെ, ഒരപ്പനോട് മകള് ചോദിക്കുന്നത് പോലെ പ്രാർത്ഥിക്കട്ടെ. അപ്പൻ ഉപേക്ഷിക്കില്ല. അപ്പനോട് ചോദിച്ചാൽ അപ്പൻ കാര്യം നടത്തിത്തരും എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. അപ്പൻ നടത്തി തന്നിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ പഠിപ്പിച്ചു, നിങ്ങൾക്ക് സ്വർഗസ്ഥിലൊരു പിതാവുണ്ട്. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ്, എന്റെ പിതാവും നിങ്ങളുടെ പിതാവും ഒന്നാണ്. ആ പിതാവ് തന്നെയാണ് ദൈവം. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് ഞാൻ നിങ്ങളെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അവൻ തിരിച്ചറിയട്ടെ, എന്നെ നിങ്ങളെ തിരിച്ചറിയട്ടെ. യേശു ക്രിസ്തുവിലൂടെ നമ്മളെ തിരിച്ചറിയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കുവാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നിരവധി നാളുകളായിട്ട് വിവിധ തടസ്സങ്ങൾക്ക് മൂലം പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. കുറെ നാളുകളായിട്ട് പ്രാർത്ഥിക്കുന്നവര് കർത്താവേ അവരെ സ്പർശിക്കണമേ. വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ വരെ എത്തിയിരിക്കുന്ന മക്കളുണ്ട്. കർത്താവേ, അവരുടെ ജീവിതത്തിൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ, ഈ ദിവ്യകാലത്തിൽ നിന്നും ഇവരുടെ കരങ്ങളിലൂടെ, ഇവരുടെ ശരീരത്തിലൂടെ, ഇവരുടെ ശിരസിലൂടെ, ഇവരുടെ ശരീരത്തിലൂടെ, ഇവരുടെ കുടുംബങ്ങളിലേക്കും ഇവരുടെ ജീവിതത്തിലേക്കും ജീവിത പങ്കാളിയിലേക്കും മക്കളിലേക്കും ഒക്കെ അനുഗ്രഹം ഒഴുകട്ടെ. ഈശോയെ, ഇവരിലൂടെ ഇവരുടെ കുടുംബാംഗങ്ങളെ സ്പർശിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. കരങ്ങളടിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. എല്ലാവരും കരങ്ങളടിച്ച് വിശ്വാസത്തോടെ പാടി പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും പാടി പ്രാർത്ഥിക്കട്ടെ. വലിയ അത്ഭുതം അടയാളങ്ങൾ സംഭവിക്കും. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഇന്ന് പ്രവർത്തിക്കും. സന്തോഷത്തോടെ ഒന്ന് പാടി പ്രാർത്ഥിക്കട്ടെ. ഈ രാത്രിയിൽ കർത്താവ് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് വെറും കൈയോടെ പറഞ്ഞയക്കാനല്ല. അപ്പം വിളിച്ച് ചേർത്തിരിക്കുന്നത് മക്കളെ വെറും കൈയോടെ പറഞ്ഞു വിടാനല്ല. മക്കൾക്ക് നൽകുവാനുള്ളത് അപ്പന്റെ കരങ്ങളിലുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു.
സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. കരങ്ങളടിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവം ഇന്ന് നമ്മുടെ കുടുംബത്തില്, നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. തടസ്സങ്ങളൊക്കെ മാറിപ്പോകും. അത്ഭുതമെന്ന് ജനങ്ങൾ പറയും, മറ്റുള്ളവർ പറയും. നിന്റെ ജീവിതത്തിൽ നടന്ന കാര്യം മറ്റുള്ളവർ കാണും. നീ ഒരു സാക്ഷ്യമായി മാറും. നീ ഒരു സാക്ഷ്യമായി മാറും. കർത്താവിന്റെ ഒരു സാക്ഷ്യമായി നീ മാറും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഒന്ന് സ്വപ്നം കണ്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവിന് മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നത്, അനേകരുടെ മുമ്പിൽ സാക്ഷ്യം നൽകുന്നത് സ്വപ്നം കണ്ട് പ്രാർത്ഥിക്കട്ടെ. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വിരിക്കും. ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വിരിക്കും. ദൈവത്തിന്റെ കരത്തിൽ നീ കരമുയർത്തി. പറഞ്ഞാൽ വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാൽ സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. ഈശോയെ നോക്കി എല്ലാവരും കരങ്ങളടിച്ച് പ്രാർത്ഥിക്കട്ടെ. ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്തത് സംഭവിപ്പിക്കാൻ കഴിവുള്ളവന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. വിശ്വസിച്ചോ? ഈ അപ്പത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റും. ഈ അപ്പത്തിൽ ഈശോയുടെ സാന്നിധ്യം, ഈ ഗോതമ്പത്തിൽ ഈശോയുടെ സാന്നിധ്യമുണ്ടെങ്കിൽ തീർച്ചയായും ഈ അപ്പത്തിന് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റും. യേശുവിനെ നോക്കി അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന ദൈവത്തെ നോക്കി വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ബന്ധനങ്ങളും എല്ലാ കെട്ടുകളും അഴിക്കുന്ന കർത്താവിനെ നോക്കി നമുക്ക് ആരാധിക്കാം. തടസ്സങ്ങൾ മാറിപ്പോകട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, തടസ്സങ്ങൾ മാറിപ്പോകട്ടെ, എല്ലാ കെട്ടുകളും അഴിയട്ടെ. കേട്ടുകേൾവി മാത്രമെന്ന് ജനം പറയും. തക്കവിധത്തിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യും. കേട്ടുകേൾവി മാത്രമെന്ന് ജനം പറയും. തക്കവിധത്തിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യും. പരപര ബുദ്ധിക്കാൻ ദൈവം നയിച്ചിടും. ഇടവും വലവും ദൂതന്മാരാൽ എന്നെ നയിച്ചിടും. തടവറ പൊട്ടിക്കാൻ ദൈവം മിന്നലയച്ചിടും. ഇടവും വലവും ദൂതന്മാരാൽ എന്നെ നയിച്ചിടും. വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. കരങ്ങളടിച്ച് പ്രാർത്ഥിക്കട്ടെ. നിന്റെ വിശ്വാസത്തിന്റെ മേഖലയിൽ എവിടെയെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതെല്ലാം എടുത്തുക, പ്രാർത്ഥിക്കട്ടെ. വിശ്വസിക്കുക. നീ ദൈവമഹത്വം ദർശിക്കും. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം ദർശിക്കാൻ നിനക്ക് സാധിക്കും. ലാസറിന്റെ കല്ലറയിലേക്ക്, മരിച്ചിട്ട് 4 ദിവസം കഴിഞ്ഞ ലാസറിന്റെ കല്ലറയിലേക്ക് യേശു കടന്നു വരുമ്പോൾ അവിടെ അലമുറയിടുന്നവരുണ്ടായിരുന്നു. അവൻ മരിച്ചുപോയതോർത്ത് വിലപിക്കുന്നവരുണ്ടായിരുന്നു. അവൻ അഴുകി തുടങ്ങിയെന്ന് വിശ്വസിക്കുന്നവരുണ്ടായിരുന്നു. കർത്താവ് പറഞ്ഞു, ആ കല്ലെടുത്ത് മാറ്റുക. നിങ്ങൾ വെച്ച കല്ലെടുത്ത് മാറ്റുക. അവിശ്വാസത്തിന്റെ കല്ലെടുത്ത് മാറ്റുക. കർത്താവ് പ്രവർത്തിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, ഇനി ഒന്നും സംഭവിക്കില്ല, ഇനി എല്ലാം തീർന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് അടച്ചു വച്ചിരിക്കുന്ന എല്ലാ അവിശ്വാസത്തിന്റെ കല്ലുകളും എടുത്തു മാറ്റട്ടെ. കർത്താവിന് പ്രവർത്തിക്കാൻ സാധിക്കും. പ്രത്യാശയോടെ വിശ്വാസത്തോടെ നിരാശ കൈവിട്ട് കർത്താവിൽ ആശ്രയിക്കുക. കർത്താവ് പ്രവർത്തിക്കും. ചീഞ്ഞഴുകിയ ലാസറിൽ നിന്നും ലാസറിന് ജീവൻ നൽകാൻ കഴിയുന്ന കർത്താവിന് നിന്റെ ജീവിതത്തെ ഉയർത്താൻ പറ്റും. വിശ്വസിക്കുക, ഏറ്റെടുക്കുക.
പൈതലേ, മാറിപ്പോകാത്ത ഒരു വലിയ കല്ല് നിന്നെ മാറത്തിരിപ്പുണ്ട് ദൈവ പൈതലേ. ദൈവത്തിന്റെ വചനം വന്നു ചേരുമ്പോൾ കല്ലുമാറിക്കാരയിൽ കൃപ നിറയും. ദൈവത്തിന്റെ വചനം വന്നു ചേരുമ്പോൾ കല്ലുമാറിക്കാരയിൽ കൃപ നിറയും. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാദം ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാദം ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാദം ചെയ്യാൻ ദൈവം ചെയ്യും. വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാദം ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാദം ചെയ്യാൻ കരവിശി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യഹോവയിരേ 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 യഹോവയിരേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അങ്ങയുടെ വചനം മാംസമാകുവാൻ തടസ്സം നിൽക്കുന്ന, അങ്ങയുടെ വചനം അത്ഭുതം പ്രവർത്തിക്കുവാൻ തടസ്സം നിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും അഴിക്കണമേ, എല്ലാ കെട്ടുകളും അഴിക്കണമേ. ആരാധനയുടെ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങളുടെ മേലും തടസ്സങ്ങള് വരുന്ന രീതിയിൽ ദൈവാനുഗ്രഹത്തിൽ തടസ്സം നിൽക്കുന്ന ഏതെങ്കിലും കാര്യങ്ങള് ഈ മക്കളുടെ പാപങ്ങളെ മൂലമോ ഇവരുടെ പൂർവിക ശാപങ്ങൾ മൂലമോ അവരുടെ കുടുംബങ്ങളിൽ ഏതെങ്കിലും ബന്ധനങ്ങൾ മൂലമോ തടസ്സങ്ങൾ മൂലമോ ഉണ്ടായെങ്കിൽ കർത്താവേ, ഈ രാത്രിയിൽ പൗരോഹിത്യ അധികാരത്തോടെ ദൈവവചനം അത്ഭുതം പ്രവർത്തിക്കുവാൻ, ദൈവാനുഗ്രഹം കടന്നു വരുവാൻ തടസ്സം നിൽക്കുന്ന എല്ലാ മേഖലകളെയും യേശുനാമത്തിൽ പൗരോഹിത്യ അധികാരത്തോടെ ശാസിക്കുന്നു, ബന്ധിക്കുന്നു. യേശുവിനെ കുരിശിന്റെ ചുവട്ടിലേക്ക് ബഹിഷ്കരിക്കുന്നു. വിട്ടുമാറിപ്പോട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആത്മീയ ജീവിതമില്ലാത്ത മക്കള്, പ്രാർത്ഥനയില്ലാത്ത മക്കള്, കുമ്പസാരവും വിശുദ്ധ കുർബാന സ്വീകരണവും ഇല്ലാത്ത മക്കള്, കർത്താവേ, അങ്ങനെ ദൈവത്തിൽ നിന്ന് ഒരുപാട് അകന്നുപോയത് മൂലം ഇന്ന് ദൈവാനുഗ്രഹം സ്വന്തമാക്കാൻ പറ്റാത്ത വിധത്തില് തകർന്നു കിടക്കുന്ന മക്കള്, അവരെ ബന്ധിച്ചിട്ടിരിക്കുന്ന സകല ദുരാത്മാക്കളെയും യേശുനാമത്തിൽ പൗരോഹിത്യ അധികാരത്തോടെ ശാസിക്കുന്നു, ബന്ധിക്കുന്നു. യേശുവിനെ കുരിശിന്റെ ചുവട്ടിലേക്ക് ബഹിഷ്കരിക്കുന്നു. വിട്ടുമാറി പോവുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പിതാവായ ദൈവം നൽകുന്ന അനുഗ്രഹം, പുത്രനായ യേശുവിലൂടെ നൽകുന്ന അനുഗ്രഹം, യേശുവിന്റെ കുരിശ് മരണത്തിന്റെ യോഗ്യതയാൽ നൽകപ്പെടുന്ന അനുഗ്രഹം, പരിശുദ്ധാത്മാവിലൂടെ നൽകപ്പെടുന്ന കൃപാവരങ്ങള്, ദാനങ്ങള്, ഫലങ്ങള് സ്വീകരിക്കുവാൻ തടസ്സം നിൽക്കുന്ന എല്ലാ മേഖലകളെയും യേശുനാമത്തിൽ ഈശോയുടെ തിരുരക്തത്താൽ ബന്ധിക്കുന്നു. യേശുവിന്റെ കുരിശിന്റെ ചുവട്ടിലേക്ക് വിട്ടുമാറിപ്പോട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
പ്രാർത്ഥനാ ചൈതന്യമില്ലാത്ത കുടുംബങ്ങള്, പ്രാർത്ഥിക്കാൻ പറ്റാത്ത കുടുംബങ്ങള്, ഭൂതാശ സ്വീകരിക്കാൻ പറ്റാത്ത കുടുംബങ്ങള്, വിശുദ്ധ കുർബാനയ്ക്ക് പോകാത്ത മക്കള്, സംസാരിക്കാത്ത മക്കള്, പ്രാർത്ഥനയിൽ സംബന്ധിക്കാത്ത മക്കള്, പ്രാർത്ഥനാ സമയത്ത് മറ്റു കാര്യങ്ങൾ വ്യാപൃതരാകുന്നവര്, കുടുംബത്തിൽ പ്രാർത്ഥന ചെല്ലാൻ അനുവദിക്കാത്ത രീതിയിൽ ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സങ്ങൾ വരുന്ന മക്കള്, അങ്ങനെയുള്ളവരെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. കർത്താവേ, സന്ധ്യാനേരത്ത് അങ്ങ് നടക്കാനിറങ്ങുന്ന സമയം കർത്താവേ, ഏതെങ്കിലും പാപത്തിന്റെ ബന്ധനത്തിലേക്ക് പോകുന്ന മക്കള്, അതുമൂലം കുടുംബ പ്രാർത്ഥന മുടങ്ങുന്ന കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ധ്യാനം കൂടുവാനായിട്ട് തടസ്സമുള്ള മക്കളുണ്ട്. കർത്താവേ, അവരെ അനുഗ്രഹിക്കണമേ. ദൈവിക സംരക്ഷണം നഷ്ടപ്പെട്ടു പോയ മക്കളുണ്ട്. എവിടെ ചെന്ന് നോക്കിയാലും പരാജയം, എന്ത് ചെയ്താലും പരാജയത്തിലേക്ക് പോകുന്നവര്, കർത്താവേ, അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അതുപോലെ തന്നെ ആത്മനിയന്ത്രണമില്ലാത്തവരുണ്ട്. പല പ്രാവശ്യം തീരുമാനമെടുത്തിട്ടും ചില കാര്യങ്ങളിൽ വിശുദ്ധി പാലിക്കാൻ പറ്റാത്തവര്, കർത്താവേ, അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ വിശുദ്ധിയിൽ വളരുവാനായിട്ട് ആഗ്രഹിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. വിശുദ്ധി നഷ്ടപ്പെടുന്ന രീതിയിലുള്ള സംസാരങ്ങൾ നടത്തുന്ന നാവുകളെ യേശുവിന്റെ തിരുരക്തത്താൽ മുദ്രണം ചെയ്ത് വിശുദ്ധീകരിക്കുന്നു. കർത്താവേ, അതുപോലെ വിശുദ്ധിക്ക് കളങ്കം വരുന്ന രീതിയിൽ ശരീരത്തിന്റെ അവയവങ്ങളെ ഉപയോഗിക്കുന്ന മക്കളെ, ആസക്തികളെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവവിശ്വാസമില്ലാത്ത മക്കള്, തെറ്റായ പ്രത്യയശാസ്ത്രങ്ങൾ വിശ്വസിക്കുന്നവര്, നിരീശ്വരവാദ ചിന്തകളിലൂടെ കടന്നു പോകുന്ന മക്കള്, ദൈവമില്ല എന്ന് പഠിപ്പിക്കുന്ന വിശ്വാസങ്ങളിലൂടെ പോകുന്ന മക്കള്, അങ്ങനെയുള്ളവരെ സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് പൂജകള്, കർമ്മങ്ങള്, ആഭിചാരങ്ങള്, മന്ത്രവാദം, കൂടോത്രം തുടങ്ങിയ കാര്യങ്ങളിലൂടെ കടന്നുപോയി ഇന്ന് പരാജയത്തിലേക്ക് കടന്നു പോകുന്ന മക്കള്, കർത്താവേ, അവരെ സമർപ്പിക്കുന്നു. അവരുടെ എല്ലാ മേഖലയിലും അവരുടെ മേഖലകളിൽ നിൽക്കുന്ന സകല പൈശാചിക ശക്തികളെയും യേശുനാമത്തിൽ പൗരോഹിത്യ അധികാരത്തോടെ ശാസിക്കുന്നു, ബന്ധിക്കുന്നു. യേശുവിനെ കുറിച്ച് ചുവട്ടിലേക്ക് വിട്ടുമാറിപ്പോട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ മക്കളോ മറ്റാരെങ്കിലുമോ മൂലം ഏതെങ്കിലും പൈശാചിക തടസ്സങ്ങള്, മന്ത്രവാദമോ കൂടോത്രമോ ആഭിചാരമോ മൂലം കടന്നു വന്നിട്ടുണ്ട്. അതുമൂലം ഇന്ന് ദൈവാനുഗ്രഹം നഷ്ടപ്പെടുന്നുവെന്ന് വിശ്വസിക്കുന്ന മക്കള്, കർത്താവേ, ആ മേഖലയിൽ ഇവരെ തടസ്സപ്പെടുന്ന സകല ദുരാത്മാക്കളെയും യേശുനാമത്തിൽ ലൂക്ക 9:1-2 അധികാരത്തിൽ മത്തായി 18:18 അഭിഷേകത്തോടെ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. യേശുവിനെ കുറിച്ച് ചുവട്ടിലേക്ക് ബഹിഷ്കരിക്കുന്നു. വിട്ടുമാറിപ്പോട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മാതാപിതാക്കള്, പൂർവികര് ദുർമരണം മൂലം, അവരുടെ ദുർനടപ്പ് മൂലം ശാപങ്ങള്, കണ്ണുനീരുകള്, കുടുംബത്തിൽ വന്ന കുടുംബങ്ങള്, അതുമൂലം ഇന്ന് ഉയരാൻ പറ്റാതെ കിടക്കുന്ന മക്കള്, കർത്താവേ, അവരുടെ മേഖലയിൽ, ആ പൂർവികരുടെ മേഖലയിൽ കർത്താവ് മരിച്ചുപോയ പൂർവികര് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, അങ്ങേക്ക് മാത്രമാണ് അറിയാവുന്നത്. ആൽഫയും ഒമേഗയും ആദിയും അന്തവും ഇന്നലെയും ഇന്നും എന്നും ഒരുപോലെ ജീവിക്കുന്നവരുമായ കർത്താവെ, അങ്ങേക്ക് മാത്രമേ അറിയുള്ളൂ. അവരുടെ പാപ കടങ്ങൾ ക്ഷമിച്ച് അവരെ വിശുദ്ധീകരിക്കണമേ. കർത്താവെ, ഈ രാത്രി പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഈ മക്കളുടെ കുടുംബത്തിലെ പൂർവികര്, മരിച്ചുപോയ മാതാപിതാക്കളെ പൂർവികര്, അവരുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഇവരെ അർപ്പിച്ച ഓരോ വിശുദ്ധ കുർബാനയും ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ആ മക്കൾക്ക് വേണ്ടി പുണ്യപ്രവൃത്തികൾ ചെയ്യുകയും ചെയ്തതിന്റെ ഒക്കെ യോഗ്യതകൾ ഈ വിശുദ്ധ കുർബാനയിൽ കർത്താവെ, അഭിഷിക്തരായ ഞങ്ങൾ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കൾക്ക് കർത്താവെ വിടുതൽ നൽകണമേ, മോചനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മാതാപിതാക്കള്, പൂർവികര്, അവരുടെ ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ. കർത്താവെ, അതുമൂലം കടന്നു വന്നിരിക്കുന്ന തടസ്സങ്ങൾ, ചില കുടുംബങ്ങളിൽ നഷ്ടങ്ങള്, കഷ്ടങ്ങള്, കുറവുകള്, മരണങ്ങള്, ദുർമരണങ്ങള് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മക്കളുണ്ടാകാത്ത ദമ്പതികള്, അതുപോലെ വിവാഹ തടസ്സങ്ങള് ഇതുമൂലം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, അതുപോലെ തന്നെ വിദ്വേഷമുള്ള മക്കള്, പകയുള്ള മക്കള്, ഭയമുള്ള മക്കള്, അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിരിമുറുക്കമുള്ള മക്കള്, ആസക്തിയുള്ള മക്കള് സമർപ്പിക്കുന്നു. തെറ്റായ സ്നേഹബന്ധത്തിൽ കുടുങ്ങിക്കിടക്കുന്ന മക്കള്, സ്നേഹിക്കാൻ പറ്റാത്ത മക്കള്, സഹിക്കാൻ പറ്റാത്ത മക്കള്, ക്ഷമിക്കാൻ പറ്റാത്ത മക്കള്, അതുപോലെ ശാന്ത സ്വഭാവമില്ലാത്ത മക്കള്, അവരെയൊക്കെ സമർപ്പിക്കുന്നു. ഈശോയെ, ആന്തരിക മുറിവുകളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഈ മക്കളുടെ അമ്മയുടെ ഉദരത്തില് ഈ മക്കൾ ഉരുവായ നിമിഷം മുതൽ ഈ നിമിഷം വരെ സംഭവിച്ചിരിക്കുന്ന എല്ലാ ആന്തരിക മുറിവുകളുടെ മേലും ഈശോയെ, അങ്ങയുടെ സ്നേഹത്തിന്റെ രക്തമൊഴുക്കണമേ, അങ്ങയുടെ സ്നേഹമൊഴുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആന്തരിക മുറിവുകൾ സഹിക്കപ്പെടട്ടെ. കർത്താവേ, ഞങ്ങളെ മനസ്സിലാക്കുന്നു.
ആന്തരിക മുറിവുകളായ ഭയം, വിദ്വേഷം, പക, കോപം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിശാചിന് കടന്നു വരുവാനുള്ള വാതിലുകളാണ്. കർത്താവേ, ആ വാതിലുകളെ അങ്ങയുടെ സ്നേഹത്തിന്റെ കരം കൊണ്ട് പൂട്ടണമേ. അങ്ങയുടെ സ്നേഹം ഒഴുകട്ടെ, അങ്ങയുടെ സ്നേഹം ഒഴുകട്ടെ. അമ്മയുടെ ഉദരം മുതൽ ലഭിക്കാതിരുന്ന സ്നേഹം ഈ നിമിഷം കർത്താവേ, ഈ ദിവ്യകാലത്തിൽ നിന്നും ഈ മക്കൾക്ക് നൽകണമേ, ഈ മക്കൾക്ക് നൽകണമേ. കർത്താവേ, കർത്താവേ, അങ്ങാണ് ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവം. അങ്ങേക്ക് ഞങ്ങളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന് പറഞ്ഞ സ്നേഹം തന്നെയായ ദൈവമേ, സ്നേഹം തന്നെയായ ദൈവമേ, മാതാപിതാക്കളിലൂടെ, അവരുടെ മുറിവുകളിലൂടെ, അധ്യാപകരിലൂടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ആന്തരിക മുറിവുകളിലേക്കും ഇപ്പോൾ തന്നെ കടന്നു ചെല്ലണമേ, സൗഖ്യം നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആന്തരിക മുറിവുകൾ ആവശ്യമുള്ള, ആന്തരിക മുറിവുകളുള്ള എല്ലാ മക്കളും സൗഖ്യം ആവശ്യമുള്ള മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഷിജി എന്ന മോളെ, ഒരു മകളെ കർത്താവ് പരീക്ഷാ ഭയത്തിൽ നിന്നും മോചിപ്പിക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. ടോമിച്ചനെ കടബാധ്യതയിൽ നിന്നും കർത്താവ് കരകയറ്റുവാൻ ആഗ്രഹിക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. സാറ എന്നുപേരുള്ള ഒരു മകളെ പ്രത്യേകമായി കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. ആ മകളുടെ ഒരു തടസ്സം, സംസാരിക്കുമ്പോൾ ഒരു തടസ്സം പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോമോനെ കർത്താവ് ഒരു വിസ നൽകി അനുഗ്രഹിക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സോമിൻ എന്നൊരു പേര്, സോമിനെ കർത്താവ് അനുഗ്രഹിക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഷാൻജി എന്നൊരു പേര് കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. ഒരു സൗഖ്യമാണ് നൽകുന്നതെന്ന് കർത്താവ് ദർശനം നൽകുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ആന്തരിക മുറിവുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്ഷമിക്കാൻ പറ്റാത്ത മക്കള് അവരെ സമർപ്പിക്കുന്നു. കർത്താവേ, ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട കർത്താവേ, ഈ മക്കൾ ക്ഷമിക്കാനുള്ള മക്കൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ആരോടാണ് നിനക്ക് ക്ഷമിക്കാൻ പറ്റാത്തത്? ആ വ്യക്തിക്ക് വേണ്ടി ഈ നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ. ആ വ്യക്തിക്ക് വേണ്ടി ഈ നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ. ആ വ്യക്തി അനുഗ്രഹം കൊണ്ട് നിറയട്ടെ. ആ വ്യക്തി സ്നേഹം കൊണ്ട് നിറയട്ടെ. ആ വ്യക്തി അഭിഷേകം കൊണ്ട് നിറയട്ടെ. ആ വ്യക്തിയുടെ കുടുംബത്തിൽ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മക്കളോട് കരുണ കാണിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആന്തരിക സൗഖ്യം സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കെട്ടുവാനും അഴിക്കുവാനും വിശുദ്ധീകരിക്കുവാനും വിടുതൽ നൽകുവാനും സൗഖ്യപ്പെടുത്തി ആശ്വസിപ്പിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും സാത്താനെ ബഹിഷ്കരിക്കുവാനും മരിച്ചവരെ ഉയർപ്പിക്കുവാനും സഭയിലൂടെ നൽകപ്പെട്ട അധികാരം ഉപയോഗിച്ച് ഈ മക്കളുടെ തമ്മിലുള്ള എല്ലാ ആത്മീയ കെട്ടുകളെയും എല്ലാ ആന്തരിക മുറിവുകളെയും യേശുനാമത്തിൽ പരിപൂർണമായി സൗഖ്യപ്പെടുത്തുന്നു, വിശുദ്ധീകരിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. അന്നാവെള്ളം തളിക്കുന്ന സമയം എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കെട്ടുകളും അഴിയട്ടെ, എല്ലാ കെട്ടുകളും അഴിയട്ടെ. ആത്മീയ മേഖലയിലും മനസ്സിന്റെ മേഖലയിലുമുള്ള കെട്ടുകൾ അഴിയട്ടെ. ഭൗതിക ജീവിതത്തിലെ അനുഗ്രഹങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ആത്മീയ മേഖലയും മനസ്സിന്റെ മേഖലയും. ഈ രണ്ട് മേഖലയിലും എല്ലാ കെട്ടുകളും അഴിയട്ടെ. യേശുവിന്റെ തിരുരക്തം, യേശുവിന്റെ തിരുരക്തം കൊണ്ട് അഴുകപ്പെടുന്ന സമയത്ത് എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ എന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, തിരുരക്തത്താലെന്നെ കഴുകണമേ, തിരുച്ചോരത്തുള്ളിയ കഴുകണമേ, തിരുരക്തത്താലെന്നെ കഴുകണമേ, തിരുച്ചോരത്തുള്ളിയ കഴുകണമേ, തിരുരക്തത്താലെ തിരുച്ചോരയാലെ ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ, തിരുരക്തത്താലെ തിരുച്ചോരയാലെ ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ, തിരുരക്തത്താലെന്നെ കഴുകണമേ, തിരുച്ചോരത്തുള്ളിയ കഴുകണമേ, തിരുരക്തത്താലെ തിരുച്ചോരയാലെ ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ, തിരുരക്തത്താലെ തിരുച്ചോരയാലെ ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ, ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ. ഹല്ലേലൂയ, 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 എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന.
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഇരു കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകളടച്ച് നമുക്ക് ഒരു നിമിഷമായിരിക്കാം. ശാന്തമായിട്ട് സ്വസ്ഥാനങ്ങളിൽ ഇരിക്കുക. കരങ്ങൾ മടിയിൽ തുറന്നു വെച്ച്, അല്ലെങ്കിൽ കരങ്ങൾ കൂപ്പി പിടിച്ചോ, കരങ്ങൾ മാറോട് ചേർത്ത് പിടിച്ചോ നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണു തുറന്ന് ഈശോയെ നോക്കിക്കൊണ്ട് ശാന്തമായിരിക്കട്ടെ. ശിമയോൻ പറഞ്ഞില്ലേ, സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കി വെച്ചിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു. നിന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന്റെ മുഖത്തേക്കാണ് നീ ഇപ്പൊ നോക്കുന്നേ. നിന്റെ ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും അധികാരമുള്ളവന്റെ മുഖത്തേക്കാണ് നോക്കുന്നേ. നിന്റെ ജീവിതത്തിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം തരാൻ കഴിവുള്ളവന്റെ മുഖത്തേക്ക്. കൊരിന്തോസ് 1:15-26 വചനം പഠിപ്പിക്കുന്നില്ലേ, മരണമെന്ന അവസാന ശത്രുവിനെ പോലും ഈശോ കീഴടക്കി. മരണത്തിന്റെ മേൽ പോലും അധികാരമുള്ളവന്റെ മുഖത്തേക്കാണ് നീ നോക്കുന്നത്. എന്റെ അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, കടന്നുപോകുന്ന ജീവിതത്തിന്റെ അനുഭവം എന്തുമായിക്കൊള്ളട്ടെ, മകനെ മകളെ ഒന്ന് വിശ്വസിച്ചേ, സകലത്തിന്റെ മേലും അധികാരമുള്ള ഈശോ നിന്റെ കൂടെയുണ്ട്. ആ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുത്തെ സ്നേഹത്തിൽ ലയിച്ചു പ്രാർത്ഥിക്കുവാൻ എന്നെ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഈ രാത്രിയുടെ ശുശ്രൂഷകൾ കഴിഞ്ഞ് ഭവനത്തിലേക്ക് പോകുമ്പോൾ ഒരുപടി കൂടി ആത്മീയ വളർച്ച പ്രാപിച്ചവനായി ഞാൻ തിരികെ പോകണം. ഒരുപടി കൂടി ആത്മീയ വളർച്ച പ്രാപിച്ചവളായി ഞാൻ തിരികെ പോകണം. അങ്ങനെയൊന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചേ. ഭൗതിക മേഖലകളിൽ അനുഗ്രഹങ്ങളൊക്കെ കർത്താവ് കൂട്ടിച്ചേർന്നു. അത് ദൈവത്തിന്റെ വാഗ്ദാനം. ശിശു പറയുന്നില്ല, ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ആദ്യം ദൈവരാജ്യം അന്വേഷിക്കുക, ആദ്യം ദൈവ സ്വഭാവവും ദൈവിക പ്രവർത്തികളും ജീവിതത്തിന്റെ ഭാഗമാകാൻ അനുവദിക്കുക. ബാക്കിയൊക്കെ കർത്താവ് കൂട്ടിച്ചേർക്കും. കരങ്ങൾ രണ്ടും മാറോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ച് നിന്റെ ഹൃദയത്തിൽ കർത്താവിന്റെ സാന്നിധ്യം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കാൻ നമുക്ക് വേണ്ടത് ഹൃദയമാണ്. ആ ഹൃദയം കൊണ്ട് കർത്താവിന്റെ ഹൃദയത്തോട് ഒട്ടിച്ചേർന്നിരിക്കുന്നതാണ് പ്രാർത്ഥന. യോഹന്നാൻ ശ്ലീഹ സ്നേഹത്തിന്റെ മുഴുവനും പാഠങ്ങൾ പഠിച്ചത് തന്റെ ഹൃദയം ഈശോയുടെ ഹൃദയത്തോട് മാറോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ്. പ്രാർത്ഥിക്കാൻ കർത്താവ് തന്ന നിമിഷമാണ്. നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുവാനല്ല ഈ രാത്രിയുടെ യാമങ്ങളിൽ നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ നിയോഗങ്ങൾ മാത്രം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അതിന്റെ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കി കടന്നു പോകാൻ വിളിക്കപ്പെട്ടവരല്ല നമ്മൾ. എത്രയോ ജീവിതങ്ങൾക്ക് വേണ്ടി, എത്രയോ കുടുംബങ്ങൾക്ക് വേണ്ടി, എത്രയോ തകർന്നുകൊണ്ടിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുവാൻ ദൈവം ഈ രാത്രിയിൽ നമ്മളെ തെരഞ്ഞെടുത്തു, നമ്മളെ നിയോഗിച്ചു. കർത്താവേ, വലിയൊരു ദൗത്യം ഞങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് ഈ രാത്രിയിൽ അങ്ങ് ഞങ്ങളെ തെരഞ്ഞെടുത്ത് ഞങ്ങൾ വിശ്വസിക്കുന്നു. ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അനേകർക്ക് വേണ്ടി ഈ രാത്രിയുടെ യാമങ്ങളിൽ സഹനമെടുത്ത് മാധ്യസ്ഥം വഹിക്കുവാൻ ഈശോയെ അങ്ങ് ഞങ്ങളെ തെരഞ്ഞെടുത്തു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെതായ പ്രശ്നത്തിന്റെ അതേ അനുഭവത്തിലൂടെ കടന്നുപോകുന്ന അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈശോയെ അങ്ങ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നു. രോഗത്തിലൂടെ കടന്നുപോകുന്ന അനേകർ, മാരകമായ രോഗത്തിൽ അടിമപ്പെട്ട് വേദനിച്ചും വിഷമിച്ചും കഴിയുന്ന അനേകർ, ഒരു പ്രത്യാശയില്ലാതെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അനേകർ, ജീവിതത്തിന്റെ തകർച്ചകളിൽ കർത്താവ് വട്ടം തിരിയുന്ന മക്കള്, എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാതെ വിഷമിക്കുന്നവര്, ഈശോയെ ആത്മീയ പക്വതയില്ലാത്തതിന്റെ പേരിൽ ഈശോയെ ജീവിത പ്രശ്നങ്ങളുടെ നടുവിൽ തകർന്നു പോകുന്നവര്, തളർന്നു വീഴുന്നവര്, എഴുന്നേൽക്കാൻ ശക്തിയില്ലാതെ കർത്താവെ ജീവിതത്തിൽ തകർന്നു പോകുന്ന അനേകരുണ്ട്. ഒക്കെ ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, ഒക്കെ ജീവിതത്തിൽ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കാം. കരങ്ങൾ രണ്ടും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുന്നു. കരങ്ങൾ രണ്ടും എല്ലാവരും ഉയർത്തിപ്പിടിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഈ നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ അടുത്ത് പ്രാർത്ഥന അഭ്യർത്ഥിച്ചിട്ടുള്ള ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ
അവരെ ഈ നിമിഷം കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് കൊണ്ടുവന്നേ. ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്ന ചിലരൊക്കെ ഉണ്ട്. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂടപ്പിറപ്പുകൾ, നമ്മുടെ ഇടവക വികാരിയച്ഛൻ, ഒത്തിരി ആത്മീയവും ഭൗതികമായി നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന അനേകരുണ്ട്. അവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാ. അവരെ ഒന്ന് ഓർത്ത് പ്രാർത്ഥിച്ചേ. പ്രാർത്ഥിക്കാൻ ആരോരുമില്ലാത്ത മക്കളുണ്ട്. സ്വന്തം അമ്മയാരെന്ന് അപ്പനാരെന്ന് അറിയാത്ത മക്കൾ. കർത്താവെ, അനാഥത്വത്തിൽ കടന്നുപോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഈശോ പല കാരണങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ ഒരു ദൈവിക സാന്നിധ്യം ഒരിക്കലും അനുഭവിക്കാൻ പറ്റാത്ത വിധത്തിന്റെ സാഹചര്യത്തിന്റെ നടുവിലായിരിക്കുന്നവരുണ്ട്. ഈശോയെ സകലരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ പ്രാർത്ഥന ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കട്ടെ. മക്കളൊന്ന് വിശ്വസിച്ചേ. വലിയ പ്രവാചകൻ അത്തരം കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിയപ്പോൾ വചനം പഠിപ്പിക്കുന്നു, 3 വർഷവും 6 മാസവും ഭൂമിയിലെങ്ങും മഴ പെയ്തില്ല. വീണ്ടും പ്രവാചകൻ പ്രാർത്ഥിച്ചു. വചനം കൂട്ടിച്ചേർക്കുന്നു, ആകാശം മഴ നൽകുകയും ഭൂമിയിൽ കർത്താവിന്റെ ശക്തമായ സാന്നിധ്യം വെളിപ്പെടുകയും ചെയ്തു. ഈശോയെ, എന്റെ കരങ്ങളിലൂടെ ഈ നിമിഷം ആർക്കെല്ലാം വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുവോ അവിടെയൊക്കെ ജീവിതത്തിൽ സ്വർഗം തുറന്ന് അനുഗ്രഹം നൽകണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചേ. രോഗികളായിരിക്കുന്ന മക്കളെ പ്രത്യേകം കൊടുത്ത് പ്രാർത്ഥിക്കുക. കർത്താവെ, ക്യാൻസർ രോഗങ്ങൾ, മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ടു പോയവര്, ജീവിതത്തിൽ പ്രത്യാശ തീർന്നുപോയ മക്കളുണ്ട്, നിരാശയിൽ കഴിയുന്നവരുണ്ട്, ചില ജീവിത പ്രശ്നങ്ങളുടെ നടുവിൽ മനസ്സ് തകർന്നിരിക്കുന്നവരുണ്ട്, എപ്പോഴും തടസ്സങ്ങൾ നേരിടുന്നത് കാരണം കർത്താവെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാതെ വിഷമിക്കുന്നവര്, അതുകാരണം ആത്മീയമായി പോലും പക്വത പ്രാപിക്കാൻ പറ്റാതെ വിഷമിക്കുന്നവരുണ്ട്. അവരൊക്കെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊടുത്ത് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അധരം തുറന്ന് സ്തുതിച്ച്, അധരം തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച്. എത്രമാത്രം ദാഹത്തോടെ നീ പ്രാർത്ഥിക്കുന്നുണ്ടോ അത്രമാത്രം ഉച്ചത്തോടെ പ്രാർത്ഥിച്ച് ഈശോയെ വിളിച്ചു പ്രാർത്ഥിച്ച്, ഈശോയെ, ഈശോയെ, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ ജനത്തിന്റെ മേൽ, ഈ സമൂഹത്തിന്റെ മേൽ, ഈ കൂട്ടായ്മയുടെ മേൽ കർത്താവേ, ഒരുപക്ഷെ ഈ സമയത്ത് ലോകത്തിന്റെ പല കോണുകളിലായിരിക്കുന്ന മക്കളുടെ മേൽ പരിശുദ്ധാത്മാവേ അവിടുത്തെ സാന്നിധ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ നിമിഷം ആ മക്കളുടെ ജീവിതത്തിൽ സ്വർഗം തുറന്ന് അങ്ങിറങ്ങി പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന്റെ അനന്തമായ സാന്നിധ്യം കൊണ്ട് കർത്താവേ അവരെ അങ്ങ് കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അവിടുത്തെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഈ കരങ്ങൾ അനുഗ്രഹത്തിന്റെ കരങ്ങളായി ഈ രാത്രിയിൽ മാറട്ടെ, അനുഗ്രഹിക്കുന്ന കരങ്ങളായി ഈ രാത്രിയിൽ മാറട്ടെ. കർത്താവേ, ഈ നിമിഷം അവിടുത്തെ സന്നിധിയിൽ ഈ മക്കൾ സഹനമെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ, ഇവിടെ കുടുംബങ്ങളിലേക്ക് ഈ മക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ജീവിതങ്ങളിലേക്കും ദൈവ സാന്നിധ്യം ഒഴുകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടിയെങ്കിൽ കർത്താവേ, ഈ മക്കളുടെ കരങ്ങളിലൂടെ ദിവ്യകാരുടെ നാഥന്റെ സാന്നിധ്യവും ശക്തിയും ഈ നിമിഷം സൗഖ്യവും അത്ഭുതവും അടയാളങ്ങളും പ്രവർത്തിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അവിടുത്തെ കരുണ വർഷിക്കണമേ. ആർക്കെല്ലാം വേണ്ടി ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ അവിടെയൊക്കെ ജീവിതത്തിലേക്ക് കർത്താവേ അവിടുത്തെ അനന്തമായ കാരുണ്യം ഈ നിമിഷം വർഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, കരുണയായിരിക്കണമേ. ഈശോയെ, കരുണയായിരിക്കണമേ. ഞങ്ങളെല്ലാ നിയോഗങ്ങളുടെ മേലും കരുണ വർഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, നന്ദി. കരങ്ങൾ രണ്ടും വിരിച്ചു പിടിച്ചു പാടുകയും പീഡാ സഹനങ്ങളെയോ അല്പം സഹനമെടുത്തെന്ന് പാടുകയും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. കർത്താവേ, ഈശോയുടെ അതിദാരുണമായ എല്ലാവരും അധരം തുറന്നു പാടിക്കുകയും പീഡാ സഹനങ്ങളെ ഓർത്തും
മാറോട് ചേർത്ത് പിടിച്ച് നമ്മുടെ കുടുംബത്തിലുള്ള നിങ്ങളുടെ കുടുംബാംഗങ്ങളെ ഉദ്ദേശിച്ച് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ച്, ഈശോയെ, ഞങ്ങളുടെ കൊച്ചു ജീവിതത്തിൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുത്തവരാണ്. സ്നേഹിക്കാനും സ്നേഹം സ്വീകരിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും ഒക്കെയായി അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർത്ത ചിലരൊക്കെയുണ്ട്. ഈശോയെ, അവർ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നവരും എല്ലാ ദിവസവും ശാരീരികമായ സാന്നിധ്യം അനുഭവിച്ച് കടന്നു പോകുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ, ഇവരൊക്കെ സമർപ്പിക്കുന്നു. പലപ്പോഴും ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെ പോലും സ്നേഹിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. ഈശോയെ, എല്ലാ ദിവസവും ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കുന്നവരെ സ്നേഹിക്കുവാനോ അവരോട് സമാധാനത്തോടെ സംസാരിക്കുവാനോ അവരുടെ സ്നേഹം പങ്കുപറ്റുവാനോ അവരുടെ സ്നേഹം അനുഭവിക്കാനോ പറ്റാത്ത വിധത്തിൽ കർത്താവെ മനസ്സ് മരവിച്ചു പോയവരാണ് ഞങ്ങൾ. ആത്മാവിൽ കൃപ ചോർന്നു പോയവരാണ് ഞങ്ങൾ. കർത്താവെ, സകലരെയും സ്നേഹിക്കുവാൻ അങ്ങ് ഞങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് തെരഞ്ഞെടുത്തു തന്ന ഈ ജീവിതത്തിന്റെ ഭാഗമാകാൻ അനുവദിച്ചിരിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ മാതാപിതാക്കള്, കൂടപ്പിറപ്പുകള്, സഹോദരങ്ങള്, മക്കള്, ജീവിത പങ്കാളി, ഈശോയെ, ഇവരൊക്കെ സ്നേഹിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് കരങ്ങൾ ഒരിക്കൽ കൂടി വിരിച്ചു പിടിച്ചുകൊണ്ട് കർത്താവിന്റെ കരുണയുടെ കീഴിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് അധരം തുറന്ന് എല്ലാവരും ഒന്ന് പാടി പ്രാർത്ഥിച്ചേ. ഈശോയുടെ ഞങ്ങളുടെ ലോകം മുഴുവന്റെ കരുണയുണ്ടാകേ. ഒരിക്കൽ കൂടി അധരം തുറന്നു പാടിക്കേ. ഈശോയുടെ അതിഭാരമാ പിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെ കരുണയുണ്ടാകേ. ഒരിക്കൽ കൂടി കരങ്ങൾ മാറോട് ചേർത്ത് കണ്ണു തുറന്ന് ഈശോയെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിച്ച, ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തില് ഇന്നുവരെ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ ഇന്നലകളിൽ അങ്ങ് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഈശോ, നിരവധിയായ അനുഗ്രഹങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും അങ്ങ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ആഗ്രഹിക്കാത്ത, ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് കർത്താവ് അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിൽ അത്ഭുതം ചെയ്തിട്ടുണ്ട്. ഇന്നലകളുടെ കർത്താവെ തകർന്നുപോയ അവസ്ഥകളിൽ നിന്നും കർത്താവെ ദാരിദ്ര്യത്തിൽ നോക്കി അങ്ങ് ഞങ്ങളെ കൈപിടിച്ചുയർത്തി. കർത്താവ്, ഞങ്ങൾ ഇന്ന് എന്തായിരിക്കുന്നുവോ പൗലോസ്ലീഹ പറയുന്നത് പോലെ ഞങ്ങളും കൂട്ടിച്ചേർത്ത് പറഞ്ഞു. കർത്താവ്, അവിടുത്തെ കൃപയാലാണ്. ഈശോ അങ്ങ് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഒരു നിമിഷവും നന്ദി പറഞ്ഞേ. ഏതെല്ലാം വിധത്തിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ചൊരിഞ്ഞിട്ടുണ്ട്. കർത്താവ്, ഈ നിമിഷം വരെ ഞങ്ങളെ ജീവിക്കാൻ അനുവദിച്ചതുപോലും അവിടുത്തെ സ്നേഹമാണ്, കരുണയാണ്. കർത്താവ്, ഈ രാത്രിയുടെ യാമങ്ങളിൽ അവിടുത്തെ സന്നിധിയിൽ ഒരുമിച്ച് കൂടാൻ പറ്റിയതുപോലും ഈശോ അങ്ങ് ഞങ്ങളെ അനുവദിച്ചതുകൊണ്ടാണ്. അവിടുത്തെ കരുണയാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഈശോയെ, ഓരോ നിമിഷവും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ജീവിതം തീർക്കുന്നത്, ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കുന്നത് ഇതൊക്കെ ഈശോയെ അവിടുത്തെ കരുണയാണെന്ന് ഏറ്റുപറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. സാമ്പത്തികവും ഭൗതികവും ആത്മീയവുമായ അനുഗ്രഹങ്ങൾ കർത്താവെ, ഒത്തിരിയേറെ ആത്മീയമായി വളരുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകി. ഈശോയെ, വചനം പഠിക്കുവാൻ, വചനം വായിക്കുവാൻ, വചനം ധ്യാനിക്കുവാനൊക്കെ അങ്ങ് ഞങ്ങളെ വിളിച്ചു, തെരഞ്ഞെടുത്തു. ഈശോയെ, നന്ദി പറയുന്നു. ഒത്തിരി കാര്യങ്ങളിൽ ഈശോയെ അവിടെ ഞങ്ങളെ കൈപിടിച്ചുയർത്തി. എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി കർത്താവിന്റെ കരുണയാണ് എന്റെ ജീവിതമെന്ന് അനുഭവിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവെ, എന്റെ മേലും എന്റെ ജീവിതത്തിന്റെ മേലും കരുണയായിരിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചേ. ഈശോയുടെ അതിഭാരമാ പിതാവേ, ഞങ്ങളുടെ
മാറട്ടെ. ഈശോയേ അതിദാരുണമാ പീഡാസഹനങ്ങളെയോർത്തൻ പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ ഇരുകരങ്ങൾ ഉയർത്തി എല്ലാവരും ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് ഇന്നുവരെ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞ് ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോയെ, അങ്ങ് ഇന്നുവരെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ചെയ്തിട്ടുള്ള നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നിരവധിയായ തടസ്സങ്ങൾ നേരിടുന്ന ഏതെങ്കിലും കാര്യങ്ങൾ അവയെല്ലാം കർത്താവിന് മുമ്പിൽ സമർപ്പിക്കാം. വിവാഹ തടസ്സമോ, ജോലി തടസ്സമോ, സ്ഥലം വിൽപ്പനയിലെ തടസ്സങ്ങളോ, വീട് പണിയാനുള്ള തടസ്സങ്ങളോ, ദൈവാനുഗ്രഹത്തിന് തടസ്സം നിൽക്കുന്ന മേഖലകളെ കർത്താവിന് വിട്ടുകൊടുക്കാം. നമ്മുടെ ഈ പ്രാർത്ഥന ഫലം കാണട്ടെ. ദൈവാനുഗ്രഹത്തിൻ്റെ തടസ്സങ്ങൾക്കുള്ള എല്ലാ മേഖലകളെയും കർത്താവിനൊന്ന് വിട്ടുകൊടുക്കാം. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച്, മഞ്ഞുരുകുന്നത് പോലെ നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അവസാനിക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കർത്താവ് രാത്രിയിൽ ഇടപെടും. കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. ഏത് മേഖലയിലാണ് നിന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകേണ്ടത്, എവിടെയാണ് കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത്, ആ മേഖലയിൽ കർത്താവ് ഇറങ്ങി പ്രവർത്തിക്കട്ടെ. ഏത് മേഖലയിലാണ് കർത്താവ് രാത്രിയിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത്, പ്രാർത്ഥിക്കട്ടെ. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ കൊണ്ടുവരാനായിട്ട് കർത്താവ് പല മാർഗങ്ങൾ ഉപയോഗിച്ചു. 10ാമത്തെ മഹാമാരിയാണ് ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് ഇടയാക്കിയത്. നിന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു വിടുതൽ, ദൈവത്തിന്റെ ഇടപെടൽ ആവശ്യമുണ്ട്. ഒരു നിമിഷം ആ മേഖലയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നീ ഇന്ന് ബുദ്ധിമുട്ടുന്ന, വേദനിക്കുന്ന ആ മേഖലകളെ കർത്താവിന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ, ഈ മക്കളെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ഭൗതിക ആവശ്യങ്ങൾ, തടസ്സങ്ങളുള്ള മക്കളുണ്ട്. നിരവധി പേര് കരിസ്മോനെ വിളിച്ച് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നുണ്ട്. അവരൊക്കെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഇങ്ങനെ ഭൗതിക സാഹചര്യ മേഖലകളിൽ തടസ്സങ്ങളുള്ള മക്കള്, അവരെ സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ കുടുംബജീവിതത്തിലെ ഭിന്നതകളുള്ളവര്, കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തവര്, കുടുംബജീവിതത്തിലെ ഭിന്നതകൾ അനുഭവിക്കുന്നവര്, ആ ഭിന്നതയെ കർത്താവിന്റെ മുമ്പിൽ കൊടുത്ത് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ, ഈ മക്കൾ ആഗ്രഹിക്കുന്ന എല്ലാ മേഖലകളിലും അങ്ങിറങ്ങി പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഫാനിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 14-15 വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സിയോൻ പുത്രി ആനന്ദഗാനം ആലപിക്കുക, ഇസ്രായേലെ ആർപ്പ് വിളിക്കുക, ജെറുസലേം പുത്രി പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ചുല്ലസിക്കുക. നിനക്കെതിരെയുള്ള വിധി കർത്താവ് പിൻവലിച്ചിരിക്കുന്നു. നിന്റെ ശത്രുക്കളെ അവിടുന്ന് ചിതറിച്ചിരിക്കുന്നു. നിന്റെ ശത്രുക്കളെ അവിടുന്ന് ചിതറിച്ച് ഇസ്രായേലിന്റെ രാജാവായ കർത്താവ് നിങ്ങളുടെ മധ്യേയുണ്ട്. നിങ്ങൾ ഇനിമേൽ അനർത്ഥം ഭയപ്പെടേണ്ടതില്ല. കരങ്ങൾ ഉയർത്തി, കണ്ണുകൾ അടച്ച് കരങ്ങൾ ഉയർത്തി ദിവ്യകാരുണ്യത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ മേഖലകളെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് വിദേശങ്ങളിലിരുന്നൊക്കെ കൂടുന്നവര്, ഭവനങ്ങളിലിരുന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നവര് ഈ നിമിഷം നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കട്ടെ. ആ മേഖലകളെ കർത്താവിന് കൊടുക്ക്. നമ്മളൊന്നുമല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ, സർവ്വതും സൃഷ്ടിച്ചവൻ അറിയാം. അവനറിയാം, എല്ലാം കൃത്യമായി അറിയാം. ഓരോന്നിനെയും പേര് ചൊല്ലി വിളിക്കാൻ അറിയുന്ന ദൈവം, ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിക്കാൻ അറിയുന്ന ദൈവം, അവന്റെ മുമ്പിലാണ് നമ്മൾ കരങ്ങൾ ഉയർത്തിയിരിക്കുന്നത്. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. ഞങ്ങൾ ബലഹീനരാണ്, ഞങ്ങൾ അശക്തരാണ്, ഞങ്ങൾ തോറ്റവരാണ്, ഞങ്ങൾ പരാജയപ്പെട്ടവരാണ്. കർത്താവേ, ഞങ്ങൾ പരാജയപ്പെട്ടിടത്ത് അങ്ങ് വിജയം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ബന്ധനങ്ങൾ അഴിക്കണമേ, തടസ്സങ്ങൾ മാറ്റണമേ, തടസ്സങ്ങൾ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ. നിങ്ങളെ കർത്താവ് പ്രത്യേകമായി ആവശ്യപ്പെടുന്നു. യേശുവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുക. യേശു നാമത്തിന് വലിയൊരു ശക്തിയുണ്ട്. യേശുവിന്റെ നാമം ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട നാമമാണ്. മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട നാമം. ഒപ്പം പൗലോസ്ലീഹ വീണ്ടും പഠിപ്പിക്കുന്നുണ്ട്, യേശു കർത്താവാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അതരം കൊണ്ട് ഏറ്റുപറയുന്നവന് രക്ഷ പ്രാപിക്കും. വിശ്വാസത്തോടെ യേശുവിന്റെ നാമം പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. യേശുവിനെ നിന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ആ മേഖലകളെ സമർപ്പിക്കുക. ഒരു പക്ഷെ ഒരു സ്ഥലമായിരിക്കാം, ഒരു വീടായിരിക്കാം, ഒരു ജോലിയായിരിക്കാം, ഒരു വിവാഹമായിരിക്കാം, മക്കളുണ്ടാകാനുള്ള തടസ്സമായിരിക്കാം. ആ തടസ്സത്തിന്റെ എല്ലാ മേഖലകളും, ഭൗതിക സാഹചര്യങ്ങളിൽ അനുഭവിക്കുന്ന തടസ്സത്തിന്റെ മേഖലകളെ കർത്താവിന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആർക്കും അടയ്ക്കാൻ കഴിയാത്ത വിധം തുറക്കാൻ കഴിവുള്ളവനും ആർക്കും തുറക്കാനാവാത്ത വിധം അടയ്ക്കാൻ കഴിവുള്ളവനുമായവൻ അരുളി ചെയ്യുന്നു. കർത്താവിന്റെ ഈ വചനം ഈ മക്കളുടെ ജീവിതത്തിൽ നിറവേറട്ടെ. അടഞ്ഞു കിടക്കുന്ന വാതിലുകളൊക്കെ തുറക്കട്ടെ. തുറന്നു കിടക്കുന്ന സകല ബന്ധനത്തിന്റെ മേഖലകളിൽ കർത്താവിന്റെ തിരുരക്തത്താൽ മുദ്രണം ചെയ്ത് അടയ്ക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഈ മക്കളെ ഇപ്പോൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, അവരുടെ തടസ്സങ്ങൾ, വിവാഹ തടസ്സങ്ങൾ, ജോലി ലഭിക്കാനുള്ള തടസ്സങ്ങൾ, ആ മേഖലയിൽ ഈ നിമിഷം തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ രാത്രിയിൽ തന്നെ ആ തടസ്സങ്ങൾ എടുത്തു മാറ്റി അവരെ സഹായിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, സ്ഥലം വിൽപ്പനയിലെ തടസ്സങ്ങൾ, സ്ഥലം വാങ്ങുവാനുള്ള തടസ്സങ്ങൾ, വീട് പണിയിലെ തടസ്സങ്ങൾ, വീട് പണിയാനുള്ള തടസ്സങ്ങൾ ഒക്കെ സമർപ്പിക്കുന്നു. കർത്താവേ, ലോൺ ലഭിക്കാനുള്ള തടസ്സം, പണത്തിന്റെ മേഖലയിലെ തടസ്സങ്ങൾ കർത്താവേ ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കരുണ കാണിക്കണമേ. സാമ്പത്തിക മേഖലയിലെ തടസ്സങ്ങൾ കർത്താവേ അങ്ങ് എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളുണ്ടാകാൻ തടസ്സമുള്ളവരെ, അങ്ങനെ കുഞ്ഞുങ്ങളില്ലാത്തവരെ, ദമ്പതികൾ, അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, കൃപയൊഴുക്കണമേ, കൃപയൊഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ, എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ വചനത്തിന് മുമ്പിൽ, യേശുവിന്റെ വചനത്തിന് മുമ്പിൽ എല്ലാ തടസ്സങ്ങളും മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് ബധിരനായ ഒരു വ്യക്തിയുടെ ഒരു ചെവിയിലേക്ക് വെല്ലുവിട്ടുകൊണ്ട് അങ്ങ് അരുളി ചെയ്തു, യഥാർത്ഥ തുറക്കപ്പെടട്ടെ. കർത്താവേ, അടഞ്ഞു കിടക്കുന്ന എല്ലാ വാതിലുകളും യേശുവിന്റെ നാമത്തിന് മുമ്പിൽ തുറക്കട്ടെ. യേശു എന്ന നാമം കൊണ്ട് തുറക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, കെട്ടുവാനും അഴിക്കുവാനും അങ്ങ് നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് ഈ മക്കൾക്കും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ ബന്ധനങ്ങളും അഴിക്കണമേ, എല്ലാ തടസ്സങ്ങളും എടുത്ത് മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയൊഴുക്കണമേ കർത്താവേ, കൃപയൊഴുക്കണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മിനിമോളെ കർത്താവ് അനുഗ്രഹിക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. മിനിമോളെ ഒരു തടസ്സത്തിൽ നിന്നും കർത്താവ് എടുത്തു മാറ്റി സഹായിക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. അലക്സ് എന്ന പേരുള്ള ഒരു മകനെ സാമ്പത്തികമായിട്ടുള്ള ഒരു തടസ്സത്തിൽ നിന്നും കർത്താവ് കരകയറ്റുവാൻ സഹായിക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. എല്ലാവരും കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കട്ടെ. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ, കർത്താവേ, നാഥനേ. യേശുവേ രക്ഷകാ, കർത്താവേ, നാഥനേ. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അതരം കൊണ്ട് ഏറ്റുപാടി പ്രാർത്ഥിക്കട്ടെ.
ഈശോ ഈ രാത്രിയിൽ നമ്മുടെ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് തടസ്സത്തിന്റെ മേഖലകളിൽ പ്രവർത്തിക്കട്ടെ. വിശ്വാസത്തോടെ എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. യേശു സൃഷ്ടാവാണെന്നും യേശു പാലകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു സൃഷ്ടാവാണെന്നും യേശു പാലകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ഓ എന്റെ ദൈവമേ, ഓ എന്റെ കർത്താവേ, ആരാധന അങ്ങേക്കാരാധന. ഓ എന്റെ ദൈവമേ, ഓ എന്റെ കർത്താവേ, ആരാധന അങ്ങേക്കാരാധന. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷക, കർത്താവേ നാഥനേ, എല്ലാവരും യേശുവേ രക്ഷക, കർത്താവേ നാഥനേ, യേശുവേ രക്ഷക, കർത്താവേ നാഥനേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ശിരസ്സ് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരിൽ നിന്നോ തിരിച്ചു കിട്ടുവാനുള്ള ഒരു പണം തിരിച്ചു കിട്ടുവാൻ ആഗ്രഹിക്കുന്ന ഒരു കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. കൊടുത്ത പണം തിരിച്ചു കിട്ടുവാൻ ആഗ്രഹിക്കുന്ന ഒരു കുടുംബത്തെ കർത്താവ് തടസ്സമെടുത്ത് മാറ്റി സഹായിക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. വിശ്വാസത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട കച്ചവടം ഒരു 3-4 പ്രാവശ്യം അതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നതാണ്, അഡ്വാൻസ് വാങ്ങിയതാണ്. എന്നിട്ടും ആ തടസ്സം നേരിടുന്ന ഒരു സ്ഥലത്തെ കർത്താവ് കാണിച്ചിരുന്നു. ആ സ്ഥലത്തിന്റെ മേഖലയിൽ കർത്താവ് തീരുമാനം എടുക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. വിശ്വാസത്തോടെ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിച്ച് അനുഗ്രഹം ഏറ്റുവാങ്ങട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഷോൺ എന്ന പേരുള്ള ഒരു മകന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു സാമ്പത്തിക തടസ്സം കർത്താവ് ഇടപെടുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ നന്ദി, യേശുവേ ആരാധന. കരങ്ങൾ കൂപ്പി ശിരസ്സ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ രണ്ടുപേരായിട്ട് മുഖത്തോട് മുഖം നോക്കി തിരിഞ്ഞു നിൽക്കുക. രോഗസൗഖ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുക. പ്രിയപ്പെട്ടവരെ, 1000-ലധികം പേര് ഈ രാത്രിയുടെ യാമങ്ങളിൽ ശാരീരിക സൗഖ്യത്തിന് വേണ്ടി നമ്മളോട് പ്രാർത്ഥന അഭ്യർത്ഥിച്ചിട്ടുള്ളവരുണ്ട്. പക്ഷെ നമ്മുടെ കൂട്ടായ്മയിലും ഒത്തിരി പേര് ശാരീരികമായ രോഗത്തിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. ചെറുതും വലുതുമായ ശാരീരിക രോഗങ്ങൾ, ശിരസ് മുതൽ പാദം വരെയുള്ള എല്ലാ രോഗങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ മുമ്പിൽ കർത്താവ് നിർത്തിയിരിക്കുന്ന മക്കൾ ആരുമായിക്കൊള്ളട്ടെ, ഇവിടെ ശരീരത്തിൽ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാകാം. നിനക്കറിയില്ല, പക്ഷെ ദൈവത്തിനറിയാം. ആ മേഖലകൾ വിശ്വാസത്താൽ ഈ നിമിഷം കൊടുത്ത് പ്രാർത്ഥിക്കുക. കർത്താവെ, ഞങ്ങളുടെ ശരീരങ്ങളുടെ മേൽ അവിടത്തേക്ക് അധികാരമുണ്ട്. 38 വർഷം ബത്സേദ കുളക്കടവിൽ തളർന്നു കിടന്ന രോഗിയുടെ മേൽ കർത്താവിന്റെ സാന്നിധ്യവും കരവും പ്രവർത്തിച്ചപ്പോൾ കർത്താവ് അവൻ എഴുന്നേറ്റ് നടന്നു. ജന്മന അന്ധനായവന് കർത്താവ് അങ്ങ് കാഴ്ച നൽകിയിട്ടുണ്ട്. ഈശോവചനത്തിലൂടെ ഞങ്ങൾ കേട്ടു, ചീഞ്ഞളിഞ്ഞ ശരീരത്തിൽ നിന്നും പുതുജീവൻ നൽകി ലാസറിന് അങ്ങേക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റി. ഈശോയെ, ഞങ്ങളുടെ സകല രോഗത്തിന്റെ മേലും ഈശോയെ അങ്ങേക്ക് അധികാരമുണ്ട്. ഒരുപക്ഷെ ഞങ്ങളുടെ തന്നെ ചില തീരുമാനങ്ങൾ കൊണ്ട് കടന്നു വന്ന രോഗാവസ്ഥകളുണ്ട്. ഞങ്ങളുടെ തന്നെ ചില ദുശീലങ്ങൾ കൊണ്ട് കടന്നു വന്നിരിക്കുന്ന രോഗങ്ങളുണ്ട്. ഞങ്ങളുടെ തന്നെ ചില സ്വാർത്ഥതകൾ മൂലം കടന്നു വന്നിരിക്കുന്ന രോഗങ്ങളുണ്ട്. ദൈവിക സംരക്ഷണത്തിൽ നിന്നും പുറത്തുപോയത് കാരണം ചില രോഗങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നതുകൊണ്ട് കർത്താവെ, ആ രോഗങ്ങളുടെ മേലും അങ്ങേക്ക് അധികാരമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ അനുദപിക്കുമ്പോൾ, ഞങ്ങൾ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, അങ്ങനെ കടന്നു വന്നിട്ടുള്ള എല്ലാ രോഗങ്ങളുടെ മേലും കരുണയായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അനുദപിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തിന്മ കൊണ്ടുവരുന്ന ശാരീരിക രോഗങ്ങളുണ്ട്, തിന്മ കെട്ടിവെച്ചിരിക്കുന്ന ചില രോഗപീഠകളുണ്ട്.
കർത്താവേ, അങ്ങയുടെ നാമത്തിൽ, അങ്ങയുടെ അധികാരമുള്ള നാമത്തിൽ ആ രോഗങ്ങളെ ഞങ്ങൾ ശാസിച്ചു പ്രാർത്ഥിക്കുന്നു. പത്രോസിന്റെ അമ്മായിയമ്മയുടെ പനിയെ വചനം പഠിപ്പിക്കുന്നു. ഈശോ ശാസിച്ച് പുറത്താക്കിയതുപോലെ കർത്താവ് അനേകം പിശാചു ബാധിതരെ അങ്ങ് ശാസിച്ച് വിടുതൽ നൽകിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, കൂനി നടന്ന സ്ത്രീ എഴുന്നേറ്റ് നിൽക്കുന്നു. അനേക സൗഖ്യങ്ങൾ അതിന്റെ കൂടെ സംഭവിക്കുന്നുണ്ട്. ഈശോയെ, പിശാചു കെട്ടിവെച്ച തിന്മ കൊണ്ടുവന്ന ഏതെങ്കിലും രോഗങ്ങൾ ഇവിടെ ശരീരത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആ മേഖലകളിൽ കർത്താവെ അവിടുത്തെ അത്ഭുതകരമായ വിടുതലും സൗഖ്യവും ഇതുവരെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൊട്ടടുത്ത് മുമ്പിൽ നിൽക്കുന്നവരുടെ കരങ്ങളൊന്ന് ചേർത്ത് പിടിക്കുക. ആരുടെയാണോ തൊട്ടടുത്തുള്ള ജസ്റ്റ് കരങ്ങളൊന്ന് ചേർത്ത് പിടിക്കുക, കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളുടെ കരങ്ങളിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സൗഖ്യമായി ആ മക്കളിലേക്ക് ഒഴുകുന്ന നിമിഷമാണ്. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ചെറുതും വലുതുമായ എല്ലാ രോഗങ്ങളെയും ഈശോയുടെ സന്നിധിയിലേക്ക് ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒത്തിരി പേര് ചില രോഗങ്ങൾ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് ചില ഓപ്പറേഷന് വിധേയരായിരിക്കുന്ന മക്കളുണ്ട്. ഹോസ്പിറ്റലിൽ കഴിയുന്നവര്, വെന്റിലേറ്ററിൽ ICUയിൽ കഴിയുന്നവര്, ചില ഓപ്പറേഷൻസ് ഡോക്ടേഴ്സ് വിധി എഴുതിയവര്, അങ്ങനെയുള്ള മക്കൾ പ്രത്യേകം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ചില ഹാർട്ട് സംബന്ധമായ രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്നവര്, ചില മാറാ രോഗങ്ങൾക്ക് അടിമകളായി തീർന്നവര്, ക്യാൻസർ രോഗങ്ങള്, ട്യൂമറുകള്, അതുമൂലം മരണത്തോട് മല്ലടിക്കുന്ന ചിലരുണ്ട്. അവരൊക്കെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ചില രക്തത്തിലെ രോഗങ്ങൾ മൂലം അസ്വസ്ഥപ്പെടുന്നവരുണ്ട്. അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രഷർ രോഗത്തിന് സൗഖ്യം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഷുഗർ രോഗം മാറാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. കൊളസ്ട്രോൾ മാറാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. തളർവാദ രോഗത്തിൽ നിന്നും സൗഖ്യം കിട്ടാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അപസ്മാര രോഗത്തിൽ നിന്ന് സൗഖ്യം കിട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ഗ്യാസ് ട്രബിളിന്റെ അസ്വസ്ഥത മൂലം വിഷമിക്കുന്നവരുണ്ട്. ഇവരൊക്കെ ഈ നിമിഷം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ മേലും ഈ ഏതെങ്കിലുമൊക്കെ ശാരീരികമായ രോഗങ്ങൾ മൂലം വിഷമിക്കുന്നവരാണ് ഞങ്ങളെങ്കിൽ ഈശോയെ, ഈ നിമിഷം ഞങ്ങൾ ചേർത്ത് പിടിച്ചിരിക്കുന്ന കരങ്ങൾ ആർക്കൊക്കെ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ ആ പ്രാർത്ഥനയോടൊപ്പം തന്നെ ഞങ്ങളുടെ ജീവിതത്തിന്റെ രോഗങ്ങളെയും ഞങ്ങളുടെ ശരീരത്തിന്റെ എല്ലാ രോഗാവസ്ഥകളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ സൗഖ്യം നൽകി